ദൈവം വിചാരിച്ചാൽ പോലും തകർക്കാനോ നശിപ്പിക്കാനോ കഴിയില്ലെന്നുള്ള ആത്മവിശ്വാസവുമായി യാത്ര തിരിച്ച് അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിലിടിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയ കപ്പൽ. വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള RMS ടൈറ്റാനിക് എന്ന ഭീമാകാരമായ ആഡംബര കപ്പൽ ഇംഗ്ലണ്ടിൽ നിന്നും പുറപ്പെട്ട് ന്യൂയോർക്കിലേക്കായിരുന്നു അതിൻ്റെ ആദ്യ യാത്ര നിശ്ചയിച്ചിരുന്നത്. പക്ഷേ RMS ടൈറ്റാനിക്കിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. 1912 ഏപ്രിൽ 15 അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ യാത്രാമധ്യേ ഒരു വലിയ മഞ്ഞുമലയിലിടിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു അതിൻ്റെ വിധി. ഏതാണ്ട് 1517 പേരുടെ ജീവനാണ് അന്നത്തെ ആ അപകടത്തിൽ നഷ്ടമായത്. ആ അപകടം നടന്ന് ഏതാണ്ട് 70 വർഷം പിന്നിട്ട ശേഷമാണ് ആ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുവാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ ശ്രമങ്ങൾ ഒന്നും വിജയം കണ്ടില്ല. നാളിതുവരെ ഒരുപാട് ആളുകളാണ് ആ കപ്പലിനെ കാണാനായി സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയത്. 2023 ജൂൺ മാസം ടൈറ്റാനിക് സന്ദർശിക്കാൻ അറ്റ്ലാന്റിക്കിനടിയിലേക്ക് പോയ ടൈറ്റാൻ എന്ന പേടകം അപകടത്തിൽപ്പെടുകയും 5 പേര് മരിക്കുകയും ചെയ്തു. അതോടെ വീണ്ടും ടൈറ്റാനിക്കിനെ പറ്റിയുള്ള ചർച്ചകൾ സജീവമായി. ടൈറ്റാനിക് അപകടത്തിന് ശേഷം രക്ഷാപ്രവർത്തനം നടന്നെങ്കിലും കപ്പലിൻ്റെ ഭൂരിഭാഗവും കടലിൻ്റെ അടിത്തട്ടിൽ തന്നെ ഇപ്പോഴുമുണ്ട്. ദുരന്തത്തിൻ്റെയും മനുഷ്യനാടകത്തിൻ്റെയും കഥ നിരവധി പുസ്തകങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ ഓർമ്മയായിട്ട് ഇന്ന് 112 വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും ടൈറ്റാനിക് ഒരു മായാത്ത ഓർമ്മയാണ്.